എഗ്രിമെന്റ് എഴുതി തന്ന 3A എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് വേറെ ഒരാൾക്ക് കൊടുത്തുപോയി എന്ന് പറയുന്നതാണ് ആദ്യത്തെ ചതി. രണ്ടാമത് എനിക്ക് തരാമെന്ന് പറഞ്ഞ 8A എന്ന് പറയുന്ന പ്രോപ്പർട്ടി വേറൊരാൾക്ക് കൊടുത്തു. അത് രണ്ടാമത്തെ ചതി. ഒരു ഉളുപ്പില്ലാതെ അവർ പറയുന്നത് അത് രണ്ടാമത്തെ ചതി. അതുകൊണ്ട് എൻ്റെ കൂടെ ഇതുപോലെ ചതിയിൽപ്പെട്ട മറ്റു പലരും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 10-20 പേര് കൊടുത്തു. ഏകദേശം ഒരു 10 കോടി രൂപയിൽ പരം ഉള്ള നഷ്ടത്തിൻ്റെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇനിയും ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ്, വില്ല എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുടെ രണ്ട് കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, ഫസ്റ്റ് യു സെലക്ട് ഓൺലി റെപ്യൂട്ടഡ് ബിൽഡേഴ്സ്. നമസ്കാരം. ഫ്ലാറ്റ് തട്ടിപ്പിനിരയായ പലരെക്കുറിച്ചും പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വസ്തതയുള്ള ഫ്ലാറ്റ് നിർമ്മാതാക്കൾ കേരളത്തിലുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാതെ തട്ടിപ്പ് നടത്തുന്ന ചില ഫ്ലാറ്റ് നിർമ്മാതാക്കളും കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ പല ഉദാഹരണങ്ങളും വാർത്തകളായി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ശ്രീകുമാർ സാർ 2016 എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആൻഡ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന ഒരു ഡെവലപ്പറിൽ നിന്ന് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പോയത്. അദ്ദേഹത്തിനുണ്ടായത് ഒരു ദുരനുഭവമാണ്. 2016 ശേഷം വർഷം 10 കഴിഞ്ഞു. ഇതുവരെ അദ്ദേഹത്തിന് ഫ്ലാറ്റോ അതിൻ്റെ പണമോ, അദ്ദേഹം മുടക്കിയ പണമോ തിരിച്ചു കിട്ടിയിട്ടില്ല. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയായിരുന്നു താങ്കൾ ഈ ഒരു ആൻഡ ബിൽഡേഴ്സിലേക്ക് എത്തിപ്പെട്ടത്? 2016 ഞാൻ HMDയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത് എറണാകുളത്ത് വന്ന് അവിടെ ഇലഞ്ഞിയിലെ വിജ്ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ തൃപ്പൂണിത്തറ കൂടെ പോകുന്ന ആ സമയത്ത് എനിക്ക് ആ ഏരിയയോട് ഇച്ചിരി ഇഷ്ടം തോന്നി. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിന് സമീപമുള്ള കണ്ണാടി കോവിലകം എന്നൊരു ഫ്ലാറ്റ് കണ്ടപ്പം അതിൻ്റെ ബിൽഡേഴ്സ് ആൻഡ ബിൽഡേഴ്സ്, ആ കോൺടാക്ട് നമ്പർ കണ്ടു. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. അവരുടെ GM മിസ്റ്റർ ശൈലേഷ് കുമാർ ഓടി വന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പം ഈ കണ്ണാടി കോവിലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ആൻഡ കിങ്സ് പ്ലേസ്, ഒരു അപ്കമിങ് പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുകയും അതാണ് ഇതിലും നല്ലതെന്ന് എന്നെ ഇങ്ങനെ ബോധ്യപ്പെടുത്തപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായി. ഞാൻ ശൈലേഷിനെ കൂടി പോയി അവിടെ പോയി ആ സ്ഥലം കണ്ടപ്പോൾ നല്ല ലൊക്കേഷൻ എനിക്കിഷ്ടപ്പെട്ടു. ശരി, ആദ്യത്തെ കസ്റ്റമറാണെന്ന് എന്നോട് പറയുകയും എന്നോട് ഉടൻ തന്നെ കാശ് എത്ര തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം ഞാൻ HMDയിൽ നിന്ന് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടിയതും അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം കൂടെ ചേർത്ത് 26 ലക്ഷം രൂപ വരെ തരാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു സമ്പാദ്യമാണ്. എൻ്റെ 37 വർഷത്തെ ഒരു സമ്പാദ്യമാണത്. അതെല്ലാം കൂടെ ചേർത്ത് ഇത്രയും രൂപ രൊക്കം കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അവർക്ക് വളരെ സന്തോഷം. അവർ അന്നത്തെ ഫിനാൻഷ്യൽ പ്രവൃത്തി കിടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ എഗ്രിമെൻ്റ് എഴുതാൻ സമ്മതിക്കുകയും എഗ്രിമെൻ്റ് എഴുതാൻ നേരത്താണ് ഒരു ചെറിയ തടസ്സം ഞാൻ കാണുന്നത്. ഈ കാണിച്ച കിങ് പ്ലേസ് എന്ന് പറയുന്ന പ്രോജക്റ്റിൽ ബിൽഡേഴ്സും ലാൻഡ് ഓണേഴ്സുമായിട്ടുള്ള MOU ആയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ എഗ്രിമെൻ്റ് എഴുതുക? അത് സാരമില്ല, വൈറ്റിലയിൽ ഞങ്ങളുടെ തന്നെ ആൻഡ മാർവൽ എന്നൊരു പ്രോപ്പർട്ടി ആൾമോസ്റ്റ് റെഡി ടു ഓക്കുപ്പൈ ചെയ്തിലെത്തിയിട്ടുണ്ട്. അതിൽ 2-3 ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിലൊരു ഫ്ലാറ്റ് സാറിൻ്റെ പേരിൽ എഴുതിത്തരാം എഗ്രിമെൻറ്റ്. അങ്ങനെ ആൻഡ മാർവൽ, വൈറ്റില നായേഴ്സ് ഹോസ്പിറ്റലിൻ്റെ പിൻവശമുള്ള ആൻഡ മാർവലിൽ 3A എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് എനിക്ക് കരാർ എഴുതുകയും ആ എഗ്രിമെൻറ്റിൽ 2-3 പാരഗ്രാഫ് ആഡ് ചെയ്തു. ഒന്ന്, എൻ്റെ ശരിയായ താല്പര്യം ആൻഡ കിങ് പ്ലേസിലാണെന്നും അതിൻ്റെ എഗ്രിമെൻ്റ് എഴുതാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ഇപ്പോൾ എഗ്രിമെൻ്റ് എഴുതുന്നതെന്നും അതിൻ്റെ MOU ആയാൽ ഉടൻ തന്നെ പുതിയ എഗ്രിമെൻ്റ് എഴുതാമെന്നും ഇതേ വിലയ്ക്ക് തന്നെ ആ ഫ്ലാറ്റ് തരാമെന്നും ഒരു എഴുതി വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ലോൺ എടുക്കേണ്ടി വരും, അതിനുള്ള ഡോക്യുമെൻറ്റ്സും തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 2-3 പാരഗ്രാഫ് അഡീഷണൽ ആയിട്ട് ആൻഡ കിങ് പ്ലേസിനെ പറ്റി എഴുതി ചേർത്തിട്ടാണ് ആ എഗ്രിമെൻ്റ് എഴുതിയത്. വർഷം 1 ഞാൻ കാത്തിരുന്നു, ഒരു പുരോഗതിയില്ല. എഴുതാൻ നേരത്തെ എന്നോട് പറഞ്ഞത് 2018 അവസാനമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരു പുരോഗതിയില്ല. അദ്ദേഹം കാത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് കാത്തിരിക്കാൻ വയ്യ, നിങ്ങൾ നേരത്തെ എനിക്ക് വാക്ക് തന്നിരുന്ന ആൻഡ മാർവലിൽ തന്നെ പ്രോപ്പർട്ടി ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചോളാം. ഉടനെ തന്നെ എന്നോട് പറയുകയാണ്, സാറേ ആ 3A എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് വേറെ ആൾക്ക് കൊടുത്തുപോയി. അത് എന്നോട് കാണിച്ച ഒന്നാമത്തെ ചതി. താങ്കൾക്ക് എനിക്ക് എഗ്രിമെൻ്റ് എഴുതി തന്ന 3A എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് വേറെ ഒരാൾക്ക് കൊടുത്തുപോയി എന്ന് പറയുന്നതാണ് ആദ്യത്തെ ചതി. ഞാനൊന്നും മിണ്ടിയില്ല. ശരി, അപ്പോൾ ഞാനെന്താ പോകാൻ വഴി? അവിടെ വേറെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതേതാ 8A. ശരി, അത് മതി, കുഴപ്പമില്ല. അപ്പോൾ 8A നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അത് 3 ബെഡ്റൂമാണ്. അതിനെന്ത് വേണം? അതിന് 16 ലക്ഷം രൂപയുടെ അധികം വേണം. എഗ്രി ചെയ്തു. എങ്ങനെയെങ്കിലും ഫ്ലാറ്റ് കിട്ടിയാൽ മതി എന്നുള്ള എൻ്റെ ദയനീയ അവസ്ഥയായിരുന്നു എന്നെ അതിനെ പ്രേരിപ്പിച്ചത്. അതിന് അഡീഷണൽ ആയിട്ട് 16 ലക്ഷം കൂടെ ഞാൻ കമ്മിറ്റ് ചെയ്ത് പുതിയ എഗ്രിമെൻ്റ് എഴുതി. അങ്ങനെ 26 6 32 42 ലക്ഷം രൂപയ്ക്ക് 8A എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കുകയും
അതിന് ലോൺ എടുക്കാനായിട്ട് ഇവർ തന്നെ പിന്നെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിക്കുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബിൽഡറും ലാൻഡ് ഓണറും ഞാനുമായിട്ട് കോൺട്രാപാർട്ടി എഗ്രിമെൻ്റ് 2018 ജാനുവരിയിൽ എൻ്റർ ചെയ്യുകയും ചെയ്തു. ലോൺ എമൗണ്ട് 2018 ജാനുവരിയിൽ തന്നെ 26 ലക്ഷം രൂപ ഇവർക്ക് നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. 28 ലക്ഷം ഈ നമ്മൾ കൊടുത്ത 36 ഞാൻ കൊടുത്ത 16 ലക്ഷം ക്യാഷ് ആയിട്ട് കൊടുത്തു. ബാക്കി 26 ലക്ഷം നേരത്തെ ഉള്ള 26 ലക്ഷം വേറെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തല്ലോ. അതുകൊണ്ട് പുതിയതായിട്ട് 26 ലക്ഷം രൂപ ലോൺ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ബാങ്ക് 26 ലക്ഷം കൊടുത്തു, ഞാൻ 16 ലക്ഷം കൊടുത്തു. അപ്പോൾ ഈ ബാങ്കിൽ ലോൺ എടുത്ത EMI താങ്കൾ അടച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ അത് പിറ്റേ മാസം തൊട്ട് 2018 ഫെബ്രുവരി തൊട്ട് ഞാൻ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ ഏകദേശം 50 ഇൻസ്റ്റാൾമെൻറ്റ് 18 ലക്ഷം രൂപ തിരികെ കൊടുത്തു കഴിഞ്ഞു. ഒരു വരുമാനവും ഇല്ലാതെ മാസം ഞാൻ ഇങ്ങനെ 36,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലിമിറ്റും കിട്ടുന്നില്ല. ഈ ഡെവലപ്പേഴ്സുമായിട്ട് അവരുമായി ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമായിട്ട് പിന്നീട് താങ്കൾ സംസാരിച്ചിരുന്നു? പലവട്ടം ഞാൻ ശ്രമിച്ചു, നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ട് ഈ കമ്പനിയുടെ MD എന്ന് പറയുന്ന മിസ്റ്റർ മിഥുൻ കുരുവിളയെ ഒരിക്കൽ പോലും കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു CEO ഉണ്ടായിരുന്നു, വിളിച്ചാൽ ചിലപ്പോൾ റെസ്പോൺസ് കാണിക്കും, പക്ഷേ അയക്കുന്ന ഒരു മെയിലിനും ഒരു റിപ്പോർട്ടും ഇല്ല, ഒരു റിപ്ലൈ ഇല്ല. ഇവരുടെ ഓഫീസ് എവിടെയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്നത്? വൈറ്റിലേക്ക് തെക്ക് ഭാഗത്ത് നമ്മുടെ ഈ മുമ്പേ പറഞ്ഞ ആൻഡാബിൾ പിന്നെ മാർബിൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരെ എത്തേണ്ട ആ ജംഗ്ഷൻ്റെ ഇടതുവശത്ത് നല്ലൊരു ബിൽഡിംഗ് കാണാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ ചോദിച്ചാലും ഇവർ സ്ഥലത്തില്ല, ഒരിക്കലും കാണാൻ സാധിക്കും. സ്റ്റാഫുകൾ മാത്രം കാണും. ഇവർ സ്ഥലത്തില്ല, തിരുവനന്തപുരത്ത് പോയി ദുബായി പോയി എന്ന് പറയുന്നതല്ലാതെ ഈ പറയുന്ന MDയെ നേരിട്ട് കാണാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. അവഗണനയാണ്, ഒരു കാശ് കിട്ടിക്കഴിഞ്ഞാലുള്ള അവഗണന. അതിനുശേഷം പിന്നെ താങ്കൾ എന്ത് ചെയ്തു? അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നിയമവശം ഞാൻ മറിച്ചു പോയപ്പം ഇതിനൊരു പുതിയ സെറ്റപ്പ് ഉണ്ടായി. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന ബോഡി ഉണ്ടായെന്നും അവിടെയാണ് ഇത് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷനിലോ കോടതിയിലോ ഒന്നും അല്ലാന്ന് ഞാൻ അറിഞ്ഞു. അതനുസരിച്ച് ഞാൻ 2024 ഏപ്രിലിൽ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി കംപ്ലയിൻറ്റ് കൊടുക്കുകയും അതിൻ്റെ വാദം 1.5 വർഷം എടുത്തു. ഈ വാദത്തിൻ്റെ ഇടയ്ക്ക് ആൻഡ്ര ബിൽഡേഴ്സ് എന്ന് പറയുകയാണ്, ഈ രണ്ടാമത് 3A വേറൊരാൾക്ക് കൊടുത്തു, ഒരു ചതി. രണ്ടാമത് എനിക്ക് തരാമെന്ന് പറഞ്ഞ 8A എന്ന് പറയുന്ന പ്രോപ്പർട്ടി വേറൊരാൾക്ക് കൊടുത്തു. അത് രണ്ടാമത്തെ ചതി. ഒരു ഉളുപ്പില്ലാതെ അവർ പറയുന്നത് അത് രണ്ടാമത്തെ ചതി. അപ്പോൾ എസ്റ്റേറ്റിംഗ് അതോറിറ്റി ചോദിച്ചു, അതെന്താ അങ്ങനെ കൊടുത്തത്? ഇദ്ദേഹത്തെ അറിയിക്കണ്ടേ? ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണ്ടേ? ബാങ്കിൻ്റെ കര അനുസരിച്ച് ബാങ്കിനെ അറിയിക്കണ്ടേ? ബാങ്കിന് കൊടുത്തോ? ആരെയും അറിയിച്ചിട്ടില്ല. എന്നെ അറിയിച്ചില്ല. ഈ കോൺട്രാപാർട്ടി എഗ്രിമെന്റ് വഴി ഫിനാൻസ് ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലും അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു കേസിലായപ്പം കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ വാങ്ങിച്ച ആളുടെ നിന്ന് പിടിച്ച് വാങ്ങിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് വേറെ എന്താ സൊല്യൂഷൻ ഉള്ളത്? എൻ്റെ പൈസ തിരിച്ചു തന്നാൽ മതി എന്ന് ഞാൻ എൻ്റെ റിക്വസ്റ്റ് മാറ്റി പറഞ്ഞു. മറ്റേ ഫ്ലാറ്റ് വേണമെന്നായിരുന്നല്ലോ എൻ്റെ ആദ്യത്തെ. അങ്ങനെ എൻ്റെ പെറ്റീഷൻ അമെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. എനിക്കതും ബുദ്ധിമുട്ടായി. അമെൻഡ് ചെയ്ത് ഇതിൻ്റെ പൈസ തിരിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി ഓർഡർ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞപ്പം ഈ കൊടുത്തു എന്ന് പറയുന്നത് മുഖവിലേക്ക് എടുത്തു. ഞാൻ എൻ്റെ റിക്വസ്റ്റ് മാറ്റി എൻ്റെ പൈസ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞെങ്കിലും ഞാനിത് അന്വേഷിച്ചപ്പോൾ എന്താ, ഇത് ശരിക്കും കൊടുത്തിട്ടില്ല. അത് ആരുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്തിട്ട് ആ എഗ്രിമെൻ്റ് എഴുതിയ ആൾ കയ്യൂക്കോട് കൂടി അവിടെ കയറി താമസിക്കുകയും അത് വാടകയ്ക്ക് കൊടുത്ത് ഇൻകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാസം 30,000 രൂപ വാടക വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടേണ്ട പൈസയാണത്. അപ്പോൾ ഈ ആൻഡ്ര ബിൽഡേഴ്സിൻ്റെ ചതി താങ്കളോട് മാത്രമല്ല, ഇതുപോലെ തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പലരോടും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 3ാമത്തെ ചതിയാണെന്ന്. അത് കാരണം പൈസ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള സജഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി ഈ കഴിഞ്ഞ മാർച്ചിൽ ഓർഡർ ഇടുകയും ചെയ്തു. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പെറ്റീഷൻ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഓർഡർ? എങ്ങനെയായിരുന്നു? എന്നാണോ ഞാൻ അഡ്വാൻസ് കൊടുത്തത് ആ ഡേറ്റ് തൊട്ട് തിരിച്ച് പൈസ കൊടുക്കുന്നവരെയുള്ള കാലയളവിലേക്ക് 16.67% സിമ്പിൾ ഇൻട്രസ്റ്റോടുകൂടി കൊടുക്കണം. ആ നിലയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ന് എനിക്ക് 1,10,00,000 രൂപ തരാനുണ്ട്. ഇനി ഓരോ ദിവസം കഴിയും തോറും ഈ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അല്ല, ഈ അതുപോലും അവർ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഓർഡർ പോലും അവർ അനുസരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയി. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെ ഇതുപോലെ ചതിയപ്പെട്ട മറ്റു പലരും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 10-20 പേര് കൊടുത്തു. ഏകദേശം ഒരു 10 കോടി രൂപയിൽ പരം ഉള്ള നഷ്ടത്തിൻ്റെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ അതിന് മുന്നോട്ടൊരു സ്റ്റെപ്പ് പോയിട്ടുണ്ട്. ഈ പറയുന്ന മിഥുനും ആൻഡ്ര ബിൽഡേഴ്സിൻ്റെ മറ്റുള്ളവരും സുഖമായിട്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ട് ലൈഫും കഴിച്ച് ഇങ്ങനെ നടക്കുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നൂടെ പറയാം? മിഥുൻ കുരുവിള.
മിഥുൻ കുരുവിള. ഓക്കെ. ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തത്, ഞാൻ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഈ പറഞ്ഞ ആൻഡ മാർവൽ 80 എന്ന് പറയുന്നത് കൊടുത്തു എന്ന് പറയുന്നത് തിരക്കാനായിട്ട് എടുത്തപ്പം യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുമില്ല, അത് വിറ്റിട്ടില്ല. അപ്പൊ അത് തെറ്റിദ്ധരിപ്പിച്ചു. അത് 4ാമത്തെ ചതി എന്നോട്. അതായത് വീണ്ടും ഇത് ആൾക്കാരെ കാണിച്ച് പണം വാങ്ങാനായിരിക്കാം. ഇപ്പൊ അവിടെ വാടകയ്ക്ക് ആൾക്കാർ താമസമുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത പ്രോപ്പർട്ടിയാണ്, കൊടുത്തു എന്ന് പറഞ്ഞ് തെറ്റായ ഇൻഫർമേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്ത് തരാറേല്. അങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കള്ളത്തരങ്ങളും നുണകളും ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നു. എന്നെ പോലൊരു വേറെ ഒരു 20 ഹതഭാഗ്യര് ഇങ്ങനെ മാനത്തേക്ക് കണ്ണും നട്ട് ഇങ്ങനെ കാത്തിരിക്കുവാണ്, കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ട്. ഇനിയിപ്പോൾ EP ഫയൽ ചെയ്യാമല്ലോ അല്ലേ? EP ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ EP ഫയൽ ചെയ്താലും ഇതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് തഹസീൽദാർക്കും കളക്ടർക്കും ഒക്കെയാണ് പോകുന്നത്. അവിടെ ചെന്നാലും നമ്മൾ പുറകെ നടന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ നരയിക്കുന്നതല്ലാതെ നമ്മുടെ പരാതിക്കുള്ള ശരിയായ പരിഹാരം ഇനി എന്ന് കിട്ടുമെന്ന് ഒരു വിധിയില്ല. ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ പോയി. എന്താണ് ഇതുമാതിരി ഒരുപാട് ഫ്ലാറ്റുകൾ നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പോകുന്ന ആൾക്കാരോട്, പ്രത്യേകിച്ച് ഈ ആൻഡ പോലെയുള്ള ബിൽഡേഴ്സിൻ്റെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്, പോകുന്ന ആൾക്കാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇനിയും ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്, വില്ല എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുടെ 2 കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, ഫസ്റ്റ് യു സെലക്ട് ഓൺലി റെപ്യൂട്ടഡ് ബിൽഡേഴ്സ്. ഇതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത ആരെയും ചെയ്യരുത്. എന്നാലും റെപ്യൂട്ടഡ് ബിൽഡേഴ്സും ചിലപ്പം അവർ അപകടത്തിൽപ്പെട്ട കാരണോ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാരനോ നമ്മൾ പറ്റിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും അപ്കമിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നിടത്ത് ഇനിയും പോകരുത്. റെഡി ടു മൂവ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് മാത്രമേ വാങ്ങിക്കാവൂ. അതല്ലാതെ പകുതിക്ക് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കാശ് കൊടുത്താൽ നമ്മൾ ഇതുപോലെ ചതിയപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു മനുഷ്യൻ്റെ 35 കൊല്ലത്തെ അധ്വാനമാണ് ഇതുപോലെ തട്ടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. വിശ്രമ ജീവിതം നയിക്കേണ്ട ഇദ്ദേഹം ഇപ്പോഴും മറ്റൊരു കോളേജിൽ ജോലി ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേദനാജനകമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇതുപോലെ പണി പൂർത്തിയാകാത്ത ഒരു ബ്രോഷർ, എവിടെയെങ്കിലും ഒരു ലാൻഡ് കണ്ടെത്തുക, അവിടെ ഒരു ബ്രോഷർ അടിക്കുക, ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുക, ഇതാണ് മിക്ക ബിൽഡേഴ്സും അനുവർത്തിച്ച് വരുന്നൊരു കാര്യം. മാന്യമായും വിശ്വസ്തമായും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ല എന്നല്ല, പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പോലും പൊട്ടി തകർന്നു പോയ ഒരു നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് സാർ പറഞ്ഞത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇനിയെങ്കിലും വില്ലയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇത് നിർമ്മാണം പൂർത്തിയായി വിൽക്കാൻ തയ്യാറായ ഫ്ലാറ്റുകൾ തന്നെ വാങ്ങുക. കാരണം നമ്മുടെ സമ്പാദ്യം അവരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിയമ പോരാട്ടം നടത്തേണ്ടത് നമ്മളാണ്. ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പോലും ഈ പണം തിരികെ കിട്ടാത്ത അവസ്ഥയിലെത്തും. ഈ തട്ടിപ്പുകാരൊക്കെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതിനിറങ്ങുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ഇത് എല്ലാവർക്കും ഒരനുഭവമായിരിക്കട്ടെ.